നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നമ്മുടെ പ്രൊഡ്യൂസർ കൃഷ്ണപ്രിയയോടൊപ്പമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ഗവി വഴി കുമളിയിലേക്ക് ഒരു ആനവണ്ടി യാത്ര. കൊടും കാട്ടിലൂടെയുള്ള ഈ ആനവണ്ടി യാത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്. നമുക്ക് കണ്ടുവരാം. അപ്പോ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. പത്തനംതിട്ടയിൽ നിന്ന് ഗവിയിലേക്ക് ഒരു ആനവണ്ടി യാത്ര. വന്യതയുടെ മനോഹാരിത തേടി വീണ്ടും ഒരു യാത്ര. പത്തനംതിട്ട ഗവി വഴി കുമളിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വെളുപ്പിന് 5:30 പത്തനംതിട്ട KSRTC സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്ന ആനവണ്ടിയാണ് ഞങ്ങൾ ഈ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത്. പത്തനംതിട്ടയിൽ നിന്ന് 95 കിലോമീറ്റർ ആനവണ്ടിയിൽ സഞ്ചരിച്ചാണ് നമ്മൾ ഗവിയിലേക്ക് എത്തിയത്. അവിടെ നിന്നും പിന്നെയും 40 കിലോമീറ്റർ കൂടി പിന്നിട്ടിട്ട് വേണം കുമളിയിലെത്താൻ. വനം വകുപ്പിന്റെ നിയന്ത്രണം ഉള്ളതിനാൽ ഗവിയിൽ ഇറങ്ങാനോ അവിടെ സമയം ചെലവഴിക്കാനോ സാധിക്കില്ല. നേരത്തെ അവിടേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും കൊടുങ്കാട്ടിലൂടെയുള്ള ഈ ആനവണ്ടി യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. അപ്പൊ നമ്മുടെ യാത്ര ആരംഭിച്ചിട്ട് ആദ്യം ബസ് നിർത്തിയേക്കുന്നത് ഇവിടെയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ബസ് നിർത്തിയേക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ബസ് എടുക്കുമ്പോൾ നമ്മുടെ ശരിക്കുള്ള യാത്ര, അതായത് കാട്ടിനുള്ളിൽ കൂടിയുള്ള യാത്ര ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. നീണ്ട 61 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഫോറസ്റ്റിനുള്ളിൽ കൂടി ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ കാടിനുള്ളിലെ ആനവണ്ടി യാത്ര ഇവിടെ തുടങ്ങുവാണ്. ഒരു കാട് ഇത്രയധികം കാഴ്ചകൾ ഒളിപ്പിച്ചു വെക്കുമോ എന്ന് സംശയം തോന്നുന്നെങ്കിൽ അതിനുള്ള ഉത്തരം ഗവിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 3400 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ നിത്യഹരിത മേഖലയിൽ വർഷം മുഴുവൻ തണുപ്പാണ്. കുന്നുകളും പുൽമേടുകളും മരക്കൂട്ടങ്ങളും നിറഞ്ഞ ഈ വനപാതയിൽ കുളിരും കൊണ്ടുള്ള യാത്ര അത്രമേൽ ആസ്വാദകരമാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാട്ടിലേക്ക് ബസ് പ്രവേശിച്ചപ്പോൾ തന്നെ കണ്ടക്ടർ കയ്യും തലയും പുറത്തിടരുത്, പ്ലാസ്റ്റിക് വേസ്റ്റ് പുറത്തേക്ക് വലിച്ചെറിയരുതെന്നൊക്കെ നിർദ്ദേശങ്ങൾ തന്നു. കഷ്ടിച്ച് 2 ബസ്സുകൾക്ക് പോകാനുള്ള വീതിയേ ഈ റോഡിനുള്ളൂ. ബസ്സിലെ ജീവനക്കാരെയും മറ്റ് യാത്രക്കാരെയും പറ്റി പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ഫ്രണ്ട്ലി ആയിരുന്നു. പോകുന്ന വഴിയിൽ നമ്മൾ ആദ്യം കണ്ടത് കുറേ ചെടികളാണ്. രാമായണത്തിൽ പരാമർശിക്കുന്ന സീതകൽപ്പം, നോഹയുടെ പേടകമുണ്ടാക്കാൻ ഉപയോഗിച്ച മരം എന്ന് വിശ്വസിക്കുന്ന നോഹർ മരം, കുന്തിരിക്കമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരം, കള്ളിമുള്ളു ചെടികൾ, ഇവയെല്ലാം ഞങ്ങൾ കണ്ടു. അത്യപൂർവങ്ങളായ പുഷ്പങ്ങളും സസ്യങ്ങളുമാണ് ഇവിടെ ഏറെയുള്ളത്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്തോറും കുറേ അണക്കെട്ടുകളും കാണാനായി. കക്കി ഡാം, മൂഴിയാർ ഡാം, ആനത്തോട് ഡാം, ഗവി ഡാം, പമ്പ ഡാം തുടങ്ങിയ അണക്കെട്ടുകൾ ഈ വന്യതയിലെ നീരൊഴുക്കിനെ സംരക്ഷിക്കുന്നവയാണ്. പിന്നെ ഈ പെൻസ്ട്രോക്ക് പൈപ്പ്. കക്കി ഡാമിൽ നിന്നും മൂഴിയാർ ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന കൂറ്റൻ പൈപ്പുകളാണിത്. കൂടാതെ പശ്ചിമഘട്ട മലനിരകളും ശബരിമലയിലെ ഒരു ഭാഗവും നമുക്ക് ബസ്സിലിരുന്ന് നോക്കുമ്പോൾ ദൂരത്തായി കാണാൻ പറ്റും. മാത്രമല്ല ആനയും മയിലും വേഴാമ്പലും ഒക്കെയായി വന്യമൃഗങ്ങളെയും ഈ യാത്രയിൽ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ പോയി ഞങ്ങൾ ഗവി ഫോറസ്റ്റ് സ്റ്റേഷൻ എത്തി. ഇവിടെ ബസ്സിൻ്റെ നമ്പറും യാത്രക്കാരുടെ എണ്ണവും കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ഇവിടെ നിന്ന് പിന്നെ എത്തുന്നത് ഗവി ടൗണിലേക്കാണ്.
സിനിമകളിൽ കണ്ടത് വെച്ച് ഒരു വലിയ ടൗണാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ദേ ഈ കാണുന്ന ചെറിയൊരു ടൗണാണ് ഗവി ടൗൺ. എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ ഗവൺമെൻറ് LP സ്കൂള്. ഇവിടെ എല്ലാ വിഷയവും പഠിപ്പിക്കുന്നത് ഒരു അധ്യാപകനാണ്. ഏക അധ്യാപക വിദ്യാലയം. അങ്ങനെ ഒത്തിരി കാഴ്ചകൾ കണ്ട് ഗവിയോട് ഞങ്ങൾ വിട പറയുകയാണ്. ഞാനിപ്പോ നിൽക്കുന്നത് കുമളി KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെയാണ് നമ്മുടെ നീണ്ട 6 മണിക്കൂറത്തെ യാത്ര അവസാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ രാവിലെ ഒരു പ്രതീക്ഷയില്ലാതെ ഒന്നും അറിയാതെ ബസ്സിൽ കയറി ഇരുന്നതാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ മനസ്സ് നിറഞ്ഞാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ അടുത്ത പരിപാടി പിടിക്കട്ടെ. അഭിഷേകിനൊപ്പം കൃഷ്ണ, ജനം.